ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ലൈഫ് സ്റ്റൈൽ വിത്ത് മാളവിക. ഇന്നത്തെ ഈ ഒരു വീഡിയോ എൻ്റെ ഒരു ക്ലീനിങ് ഡേ ആണ് കേട്ടോ. അതായത് നമുക്കിപ്പോൾ ഓണമൊക്കെയല്ലേ വരാൻ പോണത്. അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മൾ ഓണം, വിഷു അങ്ങനത്തെ സമയത്തൊക്കെ നമ്മൾ ഡീപ്പ് ക്ലീനിങ് ചെയ്യാറുണ്ട്. അതായത് എല്ലാം ക്ലീൻ ചെയ്യും, കിച്ചണും ഹോളും റൂമുകളും എല്ലാം ക്ലീൻ ചെയ്യും. അപ്പോൾ അതിനിടയിൽ രണ്ടാഴ്ച കൂടുമ്പോൾ നമ്മളിങ്ങനെ മാറാലകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തട്ടിയെടുക്കാറുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ മുൻപത്തെ ക്ലീനിങ് വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ വീട്ടിൽ, അതായത് നമ്മുടെ ഈ അപ്പാർട്ട്മെൻറ്റിൽ ഭയങ്കര പൊടിയാണ്. എവിടെ നിന്നാണെന്ന് അറിയില്ല, അത്രമാത്രം പൊടിയുള്ളൊരു വീടാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്തില്ലെങ്കിൽ അത്യാവശ്യം നമുക്ക് ഭയങ്കര എന്താ പറയുക, ഒരു സുഖമില്ലാത്ത പോലെ ഫീൽ ചെയ്യും. അപ്പോൾ ഞാനിങ്ങനെ ഈ ഒരു സമയത്ത് ഇരിക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് അധികം അങ്ങനെ പണിയെടുക്കാനൊന്നും പറ്റാത്തതുകൊണ്ട് ഒരു ചേച്ചീനെ നമ്മൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ചേച്ചി വരുമ്പോഴേക്കും നമുക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അത്ര അലമ്പായിട്ടാണ് റൂം കിടക്കണത്. ഇനിയിപ്പോൾ അടുത്ത ഉണ്ണി കൂടി വരാനായിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പ് ഒന്ന് ജസ്റ്റൊക്കെ ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. കുറേ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെക്കാനായിട്ടുണ്ട്. അപ്പോൾ ബബ്ലുവിൻ്റെ കലാവിരുതാണ് ഈ ചുമരുകളിലൊക്കെ ഓരോന്ന് ഒട്ടിച്ച് വെക്കലും കാര്യങ്ങളൊക്കെ. അതൊന്നും നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. അവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ പൊടി തട്ടി എടുക്കാം എന്നല്ലാണ്ട് നമുക്കായിട്ടൊന്നും ചെയ്യാനൊന്നും പറ്റില്ലല്ലോ, പെയിൻ്റ് അടിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അതിനായിട്ട് നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബബ്ലുവിൻ്റെ ടോയൊക്കെ നമ്മൾ ഫസ്റ്റ് ഡീപ്പ് ക്ലീനിങ് ചെയ്തപ്പോൾ കയറ്റി വെച്ചതാണ്. അവിടെയൊക്കെ നല്ല പൊടിയായിട്ടാണ് കിടക്കണത്. അതൊക്കെ ഒന്ന് ഏട്ടൻ എല്ലാതും വാക്കറും സൈക്കിളും ഇനിയിപ്പോൾ അടുത്ത ബേബിക്ക് യൂസ് ആവുമല്ലോ, അപ്പോൾ ഒക്കെ ഒന്ന് കഴുകി ഏട്ടൻ വെക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകാനായിട്ട് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ റൂം ഭയങ്കര പൊടിയാണ്. മുടിയുണ്ട്, മാറാലുണ്ട്, എന്താണെന്നറിയില്ല, നല്ല ഹെവി പൊടിയാണ്. അപ്പോൾ അറിയാലോ, ഈ ഒരു ക്ലീനിങ് ദിവസം ആകുമ്പോൾ നമ്മൾ എത്ര പണിയെടുത്താലും തീരില്ല, എത്ര ആൾക്കാരുണ്ടെന്ന് പറഞ്ഞാലും തീരില്ല. അപ്പോൾ എനിക്ക് ഏകദേശം വയ്യാതെയായി തുടങ്ങി. ഞാൻ ഇരുന്നിട്ടുള്ള പണികളിലേക്ക് കടന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ പൊടി കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ ഇരുന്നിട്ട് ഒന്ന് പൊടിയൊക്കെ തട്ടി മാറാലൊക്കെ തട്ടി എന്നെക്കൊണ്ട് പറ്റാവുന്നതൊക്കെ ഞാൻ ചെയ്തു കേട്ടോ. കാരണം ഒരു ചേച്ചിനെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ എല്ലാ പണിയും ആ ചേച്ചിക്ക് ഏൽപ്പിച്ച് കൊടുക്കുന്നത് ശരിയല്ലല്ലോ എന്ന് വെച്ചിട്ട്. പിന്നെ ബബ്ലുവിൻ്റെ ടോയ്സ്, അതാണ് ഏറ്റവും മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. അപ്പം അത് ഏട്ടൻ ബബ്ലുവും കൂടി ഏറ്റിട്ടുണ്ട്. പിന്നെ ഇതിട്ട് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയിട്ടുള്ളൊരു ബോക്സാണ്. 2-3 വർഷമായിട്ടുണ്ട്, ഭയങ്കര യൂസ്ഫുള്ളായിട്ട്. ഇപ്പോൾ ഇതിൻ്റെ ഒരെണ്ണം കൂടി ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത ഉണ്ണി വരുമ്പോൾ അതിൻ്റെ ഉണ്ണിയുടെ സാധനങ്ങളൊക്കെ വെക്കണമല്ലോ. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഉണക്കിയിട്ട് തുടച്ചിട്ട് വീണ്ടും ഒന്നും കൂടി നമ്മൾ വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ റീസ്റ്റോക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യാണ്. പിന്നെ ഞാൻ പുതിയതൊരെണ്ണം മേടിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ 4-5 സെറ്റ് ഞാൻ മേടിച്ചത് ഇപ്പോൾ 8 സെറ്റിൻ്റെയാണ്. പുതിയ ഉണ്ണീരെ ഡയപ്പർ, കുഞ്ഞു ഉടുപ്പുകളൊക്കെ ഒന്ന് വെക്കാനൊക്കെ ആയിട്ട് ഭയങ്കര യൂസ്ഫുള്ളാണെന്ന് വിചാരിച്ചിട്ട് അത് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഹോളിൽ ഇപ്പോഴത്തെ എന്താ പറയുക ക്ലീനിങ് പരിപാടിയത്തെ സിറ്റുവേഷൻ. അപ്പോൾ ചേച്ചി വന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ചേച്ചി ആദ്യം എൻ്റെ റൂം ക്ലീൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. മാറാലൊക്കെ എടുത്ത് ജനലൊക്കെ ഒന്ന് പൊടിയൊക്കെ തട്ടി, അതുപോലെ അലമാരയും നമ്മുടെ കിടക്കണ കട്ടിലും കാര്യങ്ങളൊക്കെ അടിയൊക്കെ തുടച്ച് ക്ലീൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി ഓരോന്ന് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറയുന്നുണ്ട്, ചേച്ചി എനിക്കറിയാമല്ലോ നമ്മളല്ലേ ഡെയിലി ക്ലീൻ ചെയ്യണത്, അപ്പം അങ്ങനെ ചെയ്താലാണ് വൃത്തിയാവുള്ളൂ. അങ്ങനെ ചേച്ചി പറഞ്ഞ എന്താ ചെയ്യേണ്ടത്, അപ്പം ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി ബെഡും കാര്യങ്ങളൊക്കെ ഒന്ന് കുടഞ്ഞ് ഒന്ന് സെറ്റ് ചെയ്ത് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഞാൻ വിരിച്ചു കേട്ടോ. പിന്നെ അലമാരയും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചു. നമ്മളിപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കാണുമ്പോൾ ഇത് സിമ്പിളാണ്, പക്ഷേ ക്ലീനിങ് എന്നുള്ള പരിപാടി ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ബാക്ക് പെയിനും കാലുമൊക്കെ നീര് വന്ന് ആകെ സീനായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിത് സ്പീഡിലിടുന്നത് കൊണ്ടാണ് കേട്ടോ. ഇത് രാവിലെ തൊട്ട് രാത്രിയായിട്ടും ആക്ച്വലി പണികൾ തീരണില്ല, അങ്ങനെയായി മാറി. അപ്പോൾ അമ്മയും ഏട്ടനും പിന്നെ ആ ചേച്ചിയൊക്കെ എല്ലാവരും ഹെൽപ്പ് ചെയ്യാനുള്ളത് കൊണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല. അതിൻ്റെ ഇടയിൽ ഞാൻ നല്ലോണം വെള്ളം കുടിക്കുന്നുണ്ട് കേട്ടോ. ഭക്ഷണം രാവിലെ ചപ്പാത്തി മുട്ടക്കറി കഴിച്ചിറങ്ങിയതാണ്, ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടില്ല. ഇനിയിപ്പോൾ കഴിക്കണം അങ്ങനെ. അപ്പോൾ ബബ്ലു ആണെങ്കിൽ ബബ്ലും അച്ഛൻ, അതായത് ചേട്ടനും കൂടിയിട്ട്
പുറത്ത് ഞാൻ കുറേ ടോയിൻ്റെ കാര്യം പറഞ്ഞത് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വെയിലത്ത് ഉണക്കാനായിട്ട് വെക്കുന്നുണ്ട്. പിന്നെ കയറ്റാമെന്ന് വെച്ചിട്ട് അലമാരിയുടെ മുകളിലും കബോർഡിൻ്റെ മുകളിലൊക്കെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അവരത് ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരേ സെക്ഷൻ ബൈ സെക്ഷൻ കഴിയുകയാണെങ്കിൽ ഇപ്പോൾ റൂം ഫുള്ളും വൃത്തിയായിട്ട് നമുക്കത് ക്ലോസ് ചെയ്തിടാമല്ലോ. അങ്ങനെ ഫൈനൽ ഇതേ നമ്മുടെ റൂമിൻ്റെ ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ. അത്രയും മാത്രം പൊടികളുണ്ടായിരുന്നു, എല്ലാം എടുത്ത് പുതിയതുപോലെ വീണ്ടും ഒന്ന് സെറ്റ് ചെയ്തു. പിന്നെ ഞാൻ കർട്ടനും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് പുതിയ കർട്ടനൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. കർട്ടനൊക്കെ മാറ്റി. പിന്നെ അറിയാലോ, ബേബികളുള്ള വീട്ടിൽ, കുഞ്ഞുങ്ങളുള്ള വീട്ടിൽ നമ്മൾ എത്ര വൃത്തിയാക്കിയാലും ശരിയാവില്ല. അത്രയും മാത്രം പൊടികളും പിന്നെ അവർ കഴിക്കണ ഭക്ഷണവും കാര്യങ്ങളൊക്കെ വീണ്ടും വരും. നമ്മളെ കൊണ്ട് പറ്റാവുന്നത് നമ്മൾ ക്ലീൻ ചെയ്തിടാം. ഞാൻ ഇപ്പം അത്ര മാത്രമാണ് വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.